ശാസ്ത്രലോകത്തെ നയിക്കാൻ പോകുന്ന വേദങ്ങൾ, വേദപഠനം പുതിയൊരു ഘട്ടത്തിലേക്ക്. നമ്മൾ ഇതുവരെ അഥർവവേദവും 108 ഉപനിഷത്തുക്കളും തുടർച്ചയായി ആദ്യം മുതലേ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഉപനിഷത്തുക്കളും എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അഥർവവേദമാണെങ്കിൽ ആദ്യം മുതലേ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ഋഗ്വേദം, യജുർവേദത്തിലുള്ള സയൻസ് വിഷയങ്ങൾ, സയൻസും ചരിത്രവും, അതായത് നമ്മളിന്ന് യൂണിവേഴ്സിറ്റികളിലെല്ലാം പഠിക്കുന്ന വിഷയങ്ങളെല്ലാം, അതിലുള്ള ചില വിഷയങ്ങളെടുത്ത് കെമിസ്ട്രി, ഫിസിക്സ് ഇതെല്ലാം നോക്കുകയാണ് ആദ്യം ചെയ്തത്. കാരണം അതിലൂടെ ലോകത്തെ അറിയിക്കാൻ ഉദ്ദേശിച്ചത് വേദങ്ങളിൽ ഇല്ലാതായിട്ടുള്ള ഈ പ്രപഞ്ച രഹസ്യം എല്ലാം വേദത്തിൽ ഉണ്ട്. ഈ സത്യം ലോകത്തെ ആദ്യം ബോധ്യപ്പെടുത്തുവാനാണ് അതിലെ സയൻസ് വിഷയങ്ങൾ നോക്കിയത്. ഇനി അതിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ബ്രഹ്മം തൊട്ട് പ്രപഞ്ച രഹസ്യം എല്ലാം വഴിക്ക് നോക്കുകയാണ്. ബ്രഹ്മം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആധുനിക സയൻസ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതിൽ നിന്നാണോ പ്രപഞ്ചമുണ്ടായി എന്ന ആ സംഗതിയാണ്. അവർ തുടങ്ങിയത് ഈ പ്രപഞ്ചത്തിൽ നിന്ന് തുടങ്ങി, പ്രപഞ്ചം എന്തിനെ കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് നോക്കി അതിൽ നിന്നും പിന്നോട്ടേക്ക് പോയി അവസാനം അവർ തന്മാത്രകളെ കൊണ്ടാണ്, പിന്നെ തന്മാത്ര ഇതിനെ കൊണ്ടുണ്ടാക്കി, അത് ആറ്റങ്ങൾ കൊണ്ടാണ്, ആറ്റം ഇതിനെ കൊണ്ടുണ്ടാക്കി, അത് ചില ഫണ്ടമെൻ്റൽ ഇലക്ട്രോൺ, പ്രോട്ടോൺ മുതലായ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസിലൂടെയാണ് എന്നെല്ലാം മനസ്സിലാക്കി, ഊർജത്തിലൂടെയെല്ലാമാണെന്ന് മനസ്സിലാക്കി അവർ ക്വാണ്ടം മെക്കാനിക്സിലെത്തിയതിൻ്റെ ശേഷം അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ അന്താളിച്ച് നിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി അവർ എത്തേണ്ടത് ബ്രഹ്മത്തിലേക്കാണ്. എന്നാൽ വേദങ്ങളിൽ ഇതെല്ലാം ബ്രഹ്മം തൊട്ട് തന്നെയാണ് വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ബ്രഹ്മത്തിലൂടെ തുടങ്ങിക്കൊണ്ട് ശാസ്ത്രലോകത്തിൻ്റെ മുൻപിലേക്കാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. എന്താണ് ബ്രഹ്മം, അതെങ്ങനെയാണ് പ്രപഞ്ചമായി മാറിയത്, എന്തിനു വേണ്ടിയാണ് പ്രപഞ്ചമായി മാറിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വഴിക്ക് നോക്കാൻ പോവുകയാണ്. ശാസ്ത്രലോകം അന്വേഷിക്കുന്ന പ്രപഞ്ചത്തെ ഏതിൽ നിന്നുണ്ടായി, അതിൻ്റെ ഘടന എന്താണ് എന്നെല്ലാമാണ് നോക്കാൻ പോകുന്നുണ്ടെങ്കിലും നമ്മൾ അതിനല്ല, അതിൻ്റെ അപ്പുറവും കടന്നുകൊണ്ട് നോക്കാൻ പോവുകയാണ്. ഉദാഹരണമായിട്ട് വേദം തന്നെ പറയുന്നത്, വേദത്തിൽ ഇല്ലാതായിട്ട് ഒന്നുമില്ല, വേദത്തിലുള്ളത് എവിടെയും കാണാം, വേദത്തിൽ ഇല്ലാതെ ഒരുത്തിയിലും കാണില്ല. അതേസമയം വേദം പറയുന്ന വേറൊരു കാര്യമാണ്, ജ്യോതിഷമാണ് എല്ലാ ശാസ്ത്രത്തിൻ്റെയും കണ്ണ്. ജ്യോതിഷമില്ലാതെ ഒരു ശാസ്ത്രവും പൂർണ്ണമാവുകയില്ല. അപ്പം ഇതെല്ലാം നമ്മൾ വേദത്തിലൂടെ കാണാൻ പോവുകയാണ്. ബ്രഹ്മം എന്താണ്, പ്രപഞ്ചം ഏതിൽ നിന്നുണ്ട്, ഇതെല്ലാം ശാസ്ത്രലോകത്തോട് പറയാൻ പോവുകയാണ്. അതിൻ്റെ തുടക്കമെന്നോണം നമ്മൾ ഇപ്പോൾ ജ്ഞാനപ്പാനയിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് അതിലൂടെയാണ് വേദങ്ങളിലെ ബ്രഹ്മം തൊട്ട് കൂട്ടലിലേക്ക് കടക്കുന്നത്. അതേസമയം അഥർവവേദവും ഉപനിഷത്തുക്കളെല്ലാം വഴിക്ക് പോകുന്നുണ്ടെങ്കിലും അവിടെയും പലതും പിന്നെ പറയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോയിരിക്കുന്നത്. ബ്രഹ്മത്തെ പറ്റി വരുമ്പോഴും, ഇന്ദ്രനെ പറ്റി വരുമ്പോഴും, വരുണനെ പറ്റിയെല്ലാം വരുമ്പോൾ അതെല്ലാം നമ്മൾ പിന്നെ വേദം ബ്രഹ്മം തൊട്ട് പറയുമ്പോൾ പറയാം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ പഠനവും പൂർണ്ണമാകണ്ടെങ്കിൽ ഈ ബ്രഹ്മത്തെ മനസ്സിലാക്കിയാലേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അതും അപൂർണമായിട്ടാണ് പോകുന്നത്, പൂർണ്ണമായിട്ടല്ല. ബ്രഹ്മം എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തുകയല്ല, അത് പിന്നെ പറയാമെന്ന് പറഞ്ഞ് പോവുകയാണ്. അതുകൊണ്ട് ഒരു വ്യക്തത വരില്ല, ആ ഒരു ദൂഷ്യമുണ്ട്. എന്നാലും അങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്ന് വെച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നതിന് വലിയ തടസ്സമൊന്നും ഇല്ല. അതേസമയം ബ്രഹ്മത്തെപ്പറ്റി വേദം പറയുന്നത്, ഏതൊന്നിനെ മനസ്സിലാക്കിയാലാണോ എല്ലാം മനസ്സിലാക്കിയ ഗുണം കിട്ടുന്നത്, അതാണ് ബ്രഹ്മത്തെപ്പറ്റി വേദം പറയുന്നത്.
ഏതൊന്നിനെപ്പറ്റി മനസ്സിലാക്കിയാണോ അല്ലാണോ എല്ലാം മനസ്സിലാവുന്നത്, അതാണ് ബ്രഹ്മം. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അത്. അപ്പോൾ ആ ബ്രഹ്മത്തെ മനസ്സിലാക്കാതെ അഥർവവേദവും ഉപനിഷത്തുക്കളും പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റില്ല. അതേസമയം തന്നെ നമ്മൾ വേദങ്ങൾ ബ്രഹ്മം തൊട്ടിട്ട് അടുത്ത് തന്നെ തുടങ്ങാൻ പോവുകയാണ് ജ്ഞാനപ്പാനയ്ക്ക് ശേഷം. എന്തിനാണ് ജ്ഞാനപ്പാനയിലേക്ക് കടന്നത് എന്ന് ചോദിച്ചാൽ, ഇതുവരെ വേദങ്ങളിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനെ സയൻസ് ഇല്ലാത്ത കാലഘട്ടത്തിലും പൂന്താനും അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തിയാൽ അതേപോലെ മനസ്സിലാക്കിയിട്ട് പ്രപഞ്ചഘടന, പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒരുമാതിരി വ്യക്തമായിട്ടും ഒരു യൂണിഫോമായിട്ടും വിവരിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ കടന്നതിൻ്റെ ശേഷം വേദത്തിലേക്ക് കടക്കുന്നതായിരിക്കും കുറച്ചും കൂടിയും സൗകര്യപ്രദം എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഫെബ്രുവരി 25 ആകുമ്പോഴേക്ക് 25-ന് അടുപ്പിച്ച ഒരു ദിവസത്തിൽ ഈ ജ്ഞാനപ്പാന കഴിയും. പിന്നെ നമ്മൾ വേദത്തിലേക്ക് ബ്രഹ്മം തൊട്ടുള്ള കൂട്ടലിലേക്ക് തുടങ്ങിയാണ്. അതോടുകൂടി തന്നെ ആദ്യം തന്നെ ബ്രഹ്മത്തെ മനസ്സിലാക്കിക്കൊണ്ടല്ലാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ അഥർവവേദവും ഉപനിഷത്ത് പഠനവും എല്ലാം ഒരു യൂണിഫോമായിട്ട് പോകും. പിന്നെ പൂർണ്ണമായിട്ട് തന്നെ വലിയ പ്രയാസങ്ങളൊന്നുമില്ലാതെ, കാരണം ബ്രഹ്മത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റേ എല്ലാം ഈസിയാണ്, പഠനം എളുപ്പമാകും. ഇപ്പോൾ ആ ബ്രഹ്മം എന്ന് പറയുമ്പോൾ എന്താ ഈ സംഗതി എന്നുള്ള എന്താണ് ഇന്ദ്രൻ എന്നുള്ള ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് ഉൾക്കൊള്ളാൻ 100% പറ്റുകയില്ലെങ്കിലും പറ്റില്ല. എന്നാലും ഈ പുതിയ ബ്രഹ്മം തൊട്ടുള്ള പഠനം തുടങ്ങുന്നതോടുകൂടി അഥർവവേദവും ഉപനിഷത്തുക്കളെല്ലാം വളരെ പെട്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോകാൻ പറ്റും. എന്നാൽ ഈ ജ്ഞാനപ്പാന തുടങ്ങിയതിൽ നിന്ന് തന്നെ ഇപ്പോൾ കുറേ കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ കണ്ടതിനെ ഒന്ന് ചുരുക്കി പറയുന്നത് സൗകര്യപ്രദമായിരിക്കും. കാരണം വേദപഠനം എളുപ്പമാകും. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ഒരു ഏകദേശ രൂപം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സയൻസിലൂടെ അതിനെ മനസ്സിലാക്കുന്നത് എളുപ്പമായി മാറും. അവിടെ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ്. ഉപനിഷത്തിലൂടെയും പലപ്പോഴുമായിട്ട് പറയുന്നത് പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ നിർഗുണമായ സംഗതിയാണ് ബ്രഹ്മം, അതാണ് ഈശ്വരൻ. അല്ലാതെ ദേവതകളൊന്നും ഈശ്വരനല്ല. ജ്ഞാനപ്പാനയിൽ തന്നെ പറഞ്ഞ ഒരു കാര്യം, ബ്രഹ്മം ഒരു പ്രപഞ്ചമുണ്ടാക്കുവാൻ ആഗ്രഹിക്കും, അതിൻ്റേതായ ഒരു ലോകമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടി കർമ്മം ചെയ്യുവാനായിട്ട് ബ്രഹ്മാവ് തൊട്ട് ഈച്ച വരെയുള്ള എല്ലാറ്റിനെയും എല്ലാ കാര്യങ്ങളും അതിലാണ് നമ്മളും വരുന്നത്. ഓരോ കർമ്മങ്ങളെ കൊണ്ട് ബന്ധിച്ചിട്ട് അതാത് കർമ്മങ്ങൾ അവരെ ഏൽപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പം ബ്രഹ്മാവ് തൊട്ട് ഈച്ച വരെയുള്ള എല്ലാം ദിക്പാലകരെല്ലാം ബ്രഹ്മം നിശ്ചയിച്ച കർമ്മത്തിൽ ബന്ധിതരായിക്കൊണ്ട് അവരവരുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് ആ ജോലിയിൽ മുഴുകിയിരിക്കുകയാണ്. ആ ബ്രഹ്മാവ് തൊട്ട് ഈച്ച വരെയുള്ളതെന്ന് തന്നെ മനസ്സിലാക്കണം. അതിലെല്ലാം നമ്മൾ പെടുന്നത്. അപ്പോൾ നമ്മളെല്ലാം ഓരോ കർമ്മം ചെയ്യുവാനാണ് ജനിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ജ്ഞാനപ്പാനയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു വീക്ഷണത്തിൽ കൂടി വേണം ഇനി വേദങ്ങളെ നമ്മൾ സമീപിക്കാൻ. അപ്പം ബ്രഹ്മത്തിന് ഒരു സുന്ദരമായ ലോകമുണ്ടാക്കണം. അതിനത് പ്രപഞ്ചം സൃഷ്ടിച്ചു. ആ പ്രപഞ്ചഘടനയും ഏകദേശം ഇവിടെ ജ്ഞാനപ്പാനയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അതുണ്ടാക്കിയ പ്രപഞ്ചത്തിൽ 7 ലോകങ്ങൾ മുകളിലുണ്ട്, 7 ലോകങ്ങൾ താഴെയുണ്ട്. അതിൽ ജംബുദ്വീപിലാണ് നമ്മളുള്ളത്. അവിടെ തന്നെ പല ലോകങ്ങളിൽ പല മനുഷ്യരുണ്ട്, പല ഭൂമികളുണ്ട്. നമ്മളെപ്പോലെയുള്ള ഭൂമി മറ്റുള്ള ലോകങ്ങളിലുമുണ്ട്. ഈ ഭൂമിയിലാണ് കർമ്മങ്ങളെല്ലാം നടക്കുന്നത്.
ഈ ഭൂമിയിൽ കർമ്മങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഈ ഭൂമിയിലാണ് കർമ്മം ചെയ്തിട്ട് പുതിയൊരു സുന്ദരമായ ലോകം ഉണ്ടാക്കുന്നത്. അല്ലാതെ സൂര്യനിലൊന്നും വേറെ ഇനിയൊന്നും ചെയ്യാനില്ല, ചന്ദ്രനൊന്നും ചെയ്യാനില്ല. ഈ സൂര്യനും ചന്ദ്രനും എല്ലാം ഭൂമിയിലുള്ള ഈ ഒരു സുന്ദരമായ ലോകം, നമ്മൾ പടുത്തുയർത്തുന്ന ലോകത്തിലേക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ്. അപ്പോൾ ഈ ഭൂമിയിൽ നമ്മളെ ജനിപ്പിക്കുന്നത് ഓരോ കർമ്മം ചെയ്യാനാണ്. ജനിക്കുമ്പം തന്നെ തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ കർമ്മങ്ങൾ. നിങ്ങൾ അവിടെ പോയി റോഡ് വെട്ട്, ഇന്നത് ചെയ്. എന്നിട്ട് അവസാനം ഗോത്ര കാലഘട്ടത്തിൽ 4 ഘട്ടങ്ങളിലൂടെയാണ് ലോകത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നത്. 4 ഘട്ടം എന്ന് പറയുന്നത് കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇത് നമ്മൾ ഇന്നും അറിയുന്ന കാര്യം തന്നെയാണ്. ഗോത്ര കാലഘട്ടം, കൊളോണിയലിസം, പിന്നെ മുതലാളിത്തവും കമ്മ്യൂണിസവും. അവസാനം ഇത് ഓരോന്നും ദുഷിക്കുമ്പോഴാണ് കാലം വന്നിട്ട് ഇതിനെയെല്ലാം തച്ചുടക്കുന്നത്. അപ്പം ഗോത്ര കാലഘട്ടത്തിൽ നിന്ന് കൊളോണിയലിസത്തിലേക്ക് പോയി, അതോടുകൂടി ലോകം ഒന്നായി പുരോഗതി നേടി. പക്ഷേ കൊളോണിയലിസം ദൂഷ്യമായി വിദേശാധിപത്യത്തിൻ്റെ മാക്സിമത്തിലെത്തിയപ്പോൾ അത് ഇനി പ്രായോഗികമല്ല എന്ന് കണ്ടപ്പോൾ അതിനെ തച്ചുടച്ചു. ലോകത്തെ 2ആയി തിരിച്ചിട്ടുണ്ട്. സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളും മുതലാളിത്ത രാഷ്ട്രങ്ങളിലേക്ക്. അതിലൂടെയും ലോകം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകങ്ങളെല്ലാം ഒന്നായി, ആഗോളവൽക്കരണത്തിലൂടെയെല്ലാം ഒന്നായി കഴിഞ്ഞു. പക്ഷേ ചൂതുകളിയിലൂടെയുള്ള ദൂഷ്യവശങ്ങൾ ആണ് 3-ാം ലോകമഹായുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ മഹാഭാരത യുദ്ധത്തിലേക്ക് കാലത്തെ കൊണ്ടെത്തിച്ചത്. അതിലൂടെ സംഭവിക്കുന്നതാണ് പുതിയൊരു ലോകം, വസുദേവ കുടുംബം, എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ സുന്ദരമായ ലോകം, ശാസ്ത്രത്തിൻ്റെ എല്ലാ ജ്ഞാനവും തികഞ്ഞുകൊണ്ടുള്ള ലോകം. അതിൻ്റെ ശേഷം പ്രളയം നടക്കും. ഇതെല്ലാം ആദ്യം ഒന്നേന്ന് തുടങ്ങും. ഇതാണ് ബ്രഹ്മത്തിൻ്റെ പരിപാടി. അവിടെ കർമ്മം ചെയ്യുവാനാണ് നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നത്. അപ്പം നമുക്കെന്തേ ചെയ്യാനുള്ളൂ? കർമ്മം ചെയ്ത് കൊടുത്തുകൊള്ളുക. അതിൻ്റെ അപ്പുറം ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ജനിക്കുമ്പം തന്നെ നമ്മുടെ മനസ്സിലൂടെ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് ഇത് മുമ്പിൽ വേദത്തിലൂടെ നമ്മൾ കണ്ടു, ഉപനിഷത്തിലൂടെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ആ കർമ്മങ്ങൾ നമ്മളെ മനസ്സിൽ നിന്നും ജനിക്കുമ്പോൾ മാറിപ്പോകുന്നുണ്ട്. ഇനി നമ്മളിൽ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് കർമ്മം ചെയ്യിപ്പിക്കുന്നത്. അതിനെപ്പറ്റിയാണ് ജ്ഞാനപ്പാനയുടെ അടുത്ത ഭാഗത്തിൽ പറയുന്നത്. അത് അപ്പോൾ പറയാം. അപ്പം സംഗതി ഇങ്ങനെയാണ് പോകുന്നത്. നമ്മളെ കർമ്മമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുക. നമ്മളെ മാത്രമല്ല, ബ്രഹ്മാവ് തൊട്ട് അതെല്ലാം ചില ശക്തിവിശേഷങ്ങളാണ്. അതൊന്നും ഈശ്വരനല്ല. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയിൽ എന്തെല്ലാം സംഗതികളുണ്ടോ, 33 കോടി എന്തെല്ലാം ഉണ്ടോ, അതിനെല്ലാം വേദത്തിൽ ദേവതകളാണ്. എന്നാൽ ഈശ്വരൻ ഏകനാണ്. അത് ബ്രഹ്മം മാത്രമാണ്. അത് നിർഗുണനാണ്. അത് ജനിക്കുന്നില്ല, ഒരിക്കലും ജനിക്കുന്നില്ല, ഇനിയൊട്ട് ജനിക്കാനും പോകുന്നില്ല. അത് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുകയാണ്. ഇതാണ് ജ്ഞാനപ്പാനിയുടെ ആദ്യ ഭാഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനെ ഇനി നമുക്ക് സയൻസിലൂടെ കാണേണ്ടിയിരിക്കുന്നു. അതാണ് ബ്രഹ്മം തൊട്ട് കൂട്ടുന്നത് മുതൽ നമ്മൾ കാണാൻ പോകുന്നത്. അവിടെ സയൻസും ചേർത്തുകൊണ്ട് ഭൂദാനത്തിന് സയൻസിലൂടെ പറയാൻ പറ്റിയിട്ടില്ല. കാരണം അന്ന് സയൻസ് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് വേദം പറയുന്ന അതേമാതിരി പറയാനേ പറ്റിയുള്ളൂ. പക്ഷേ നമ്മൾ സയൻസിലൂടെയാണ് ഇനി കാണുന്നത്. എല്ലാ സയൻസും അവിടെ കാണും. ഇന്ന് ലോകത്തിലുള്ള എല്ലാ ശാസ്ത്രങ്ങളും, കണ്ടെത്താൻ കിടക്കുന്ന ശാസ്ത്രങ്ങളും, എങ്ങനെ പ്ലാനറ്ററി സിസ്റ്റത്തിലൂടെ നമ്മളെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെയെല്ലാം അത് നിയന്ത്രിക്കുന്നു, മനസ്സിനെ നിയന്ത്രിക്കുന്നു, നാഡികളിലൂടെ, ഇതെല്ലാം നമ്മൾ കാണാൻ പോവുകയാണ്. എന്താണ് പരമാത്മാവ്, എന്താണ് ജീവാത്മാവ്, എന്താണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ, അതായത് ത്രിമൂർത്തികൾ. അത് തന്നെ നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം തൃത്വമല്ലായിട്ട് നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ ആർക്കും അതിനെപ്പറ്റി ഒരു വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണ് അതിൻ്റെ പേരിലുള്ള ഈശ്വരൻ്റെ പേരിലും അതിൻ്റെ പേരിലുള്ള ഏറ്റുമുട്ടലുകളെല്ലാം ലോകത്തിൽ നടക്കുന്നത്. അതിലിടയ്ക്ക് യുക്തിവാദികളുമുണ്ട് അതിനെ നിഷേധിച്ചുകൊണ്ട്. പക്ഷേ ഇതെല്ലാം
സയൻസ് അതിൽ ഇടപെടാത്തത് കൊണ്ടാണ്. സയൻസിലൂടെ ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഏറ്റുമുട്ടലുകളെല്ലാം താനേ നശിക്കും. അപ്പോൾ ഇതിനുള്ളൊരു തുടക്കമാണ് വേദത്തിൽ സയൻസ് ഉണ്ട് എന്നുള്ള കാര്യം. ഏകദേശം ഇന്ന് ലോകത്തിൽ കുറച്ചെങ്കിലും പേർക്ക് മനസ്സിലായിരിക്കും. ഈ കുറച്ചു പേരാണ് ഇനി വേദജ്ഞാനത്തിൻ്റെ പ്രചരണത്തിൻ്റെ വക്താക്കളാകുന്നത്. നമ്മൾ ഒന്ന് ചിന്തിക്കണം, വേദവ്യാസൻ വേദങ്ങൾ എഴുതിയിട്ട് ഇത്രയും കാലം അത് അടച്ചു വെച്ചിരിക്കുകയാണ്. ആരും എടുത്ത് വായിക്കാൻ പോലും തയ്യാറില്ല. എന്നാൽ കുറച്ച് പേര് മാത്രമാണ് അത് ഉരുവിടുന്ന അവസ്ഥയിൽ, അർത്ഥം മനസ്സിലാക്കിയിട്ടൊന്നുമല്ല, വെറുതെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഉപയോഗിച്ചു. അതും കുറച്ച് പേര്. വേദവ്യാസൻ എഴുതിയ വേദങ്ങളുടെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മളും സയൻസിലൂടെ കടന്നു പോകുമ്പോൾ അതിലേക്ക് താല്പര്യമുള്ള ആൾക്കാർ ഇറങ്ങി വരുന്നത് കുറച്ച് തന്നെ ആയിരിക്കും. പക്ഷേ ഈ ഒരു ചെറിയൊരു വിഭാഗമായിരിക്കും നാളെ. കാരണം അതിനാണ് ആദ്യം വേദത്തിലുള്ള സയൻസിലേക്ക് നമ്മൾ കടന്നത്. ജനത്തിൽ ആദ്യം വേദത്തിൽ നമ്മൾ ധരിച്ച നമ്മളെ മനസ്സിൽ കുറേ തെറ്റിദ്ധാരണകളെല്ലാം ഉണ്ട്. വേദം എന്തെല്ലാമാണെന്ന് എന്തോ ചില നമ്മളെ സയൻസിൻ്റെ ഒന്നും പരിധിയിൽ വരാതെ. പക്ഷേ അതെല്ലാം മാറിയിട്ടുണ്ട്. ഇന്ന് പല പ്രഭാഷകരുടെയും സംസാരങ്ങളിൽ കേൾക്കാൻ പറ്റുന്നത് വേദത്തിൽ പല വിശാലമായ പല കാര്യങ്ങളെല്ലാം ഉണ്ട്, അത് മനസ്സിലാക്കുന്നത് നല്ല കാര്യം തന്നെയാണെന്നാണ്. അഥർവവേദത്തെ പറ്റിയെല്ലാം നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന അതിലെന്തോ ഭീകരമായ സംഗതികളാണ്. അത് മന്ത്രം പോലും ആർക്കും അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. ആ മന്ത്രത്തിനൊന്നും വേറെ എന്തോ ഭീകര കാര്യങ്ങളെല്ലാം എന്നാണ്. പക്ഷേ ഇപ്പോൾ വേദമന്ത്രങ്ങൾ, അഥർവവേദങ്ങളെല്ലാം മന്ത്രങ്ങളെല്ലാം യൂട്യൂബിലെല്ലാം നോക്കിയാൽ കാണാം, എടുത്ത് വരികൾ വായിച്ച് അർത്ഥം പറയാൻ തുടങ്ങിയിരിക്കുന്നു. വേദവരികളിലെ അർത്ഥങ്ങൾ, വേദവരികൾക്ക് അർത്ഥമുണ്ട് എന്നുള്ള കാര്യങ്ങളിലേക്കെല്ലാം സംസാരങ്ങൾ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ചെറിയൊരു മാറ്റമല്ല. ഇനി അതിലുള്ള സയൻസുകൾ മുഴുവൻ തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ വിദേശികളടക്കം വേദങ്ങളുടെ പിന്നാലെ വരും. നമുക്ക് നോക്കിയാൽ കാണാം, വേദത്തിൽ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പിൽക്കാലത്ത് വിദേശങ്ങളിലുമുള്ള ഗ്രന്ഥങ്ങളിലെല്ലാം കാണുന്നത്. ആദ്യം അത് വന്നിരിക്കുന്നത് വേദങ്ങളിലാണ്. ഏകമായ ബ്രഹ്മം, ഏകമായ ഈശ്വരനെ പറ്റി ആദ്യം പറഞ്ഞിരിക്കുന്നത് വേദങ്ങളിലാണ്. അതാണ് ബ്രഹ്മം. ആ ഈശ്വരനെയാണ് 108 ഉപനിഷത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മളത് മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ ദേവതകളുടെ പിന്നാലെയാണ് നമ്മൾ. നമുക്ക് ഈശ്വരൻ എന്നെല്ലാം പറഞ്ഞാൽ കൃഷ്ണനും എല്ലാമാണ്. പക്ഷെ കൃഷ്ണനും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെയെല്ലാം ഈ ബ്രഹ്മം കർമ്മത്തിൽ ബന്ധിപ്പിച്ചുകൊണ്ട്, നമ്മളോടൊത്ത് കർമ്മത്തിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഓരോ കർമ്മത്തിൽ അവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. ഇന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കെല്ലാം അത് ചെയ്യാനേ പറ്റൂ. അതിൽ നിന്നും ഒരു നൂലിട മാറാൻ അവർക്കൊന്നും കഴിയില്ല. അതുകൊണ്ടാണ് അർജുനൻ തന്നെ പറഞ്ഞത്, യുദ്ധക്കളത്തിൽ ഭീഷ്മരെയെല്ലാം കൊല്ലണ്ടപ്പോൾ അർജുനൻ എന്താ പറഞ്ഞ് കൃഷ്ണനോട്, ഞാൻ പോയി കളയാം, ആ വഴിയിലേക്ക് പോയി. ഏറ്റവും നല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മസാക്ഷാത്കാരമാണ്. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോകാമെന്ന്. എന്നാൽ കൃഷ്ണൻ പറഞ്ഞ അതിനല്ല നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്, നിന്റെ ജോലി ഇതാണ്, അതെല്ലാം ഓൾറെഡി തീരുമാനിച്ചതാണ്, നീ നിമിത്തം മാത്രമാണെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാം ഇത്രയേ റോളുള്ളൂ. പക്ഷേ ഒരു സുന്ദരമായ ലോകമുണ്ടാക്കണം, അതിൻ്റെ ആഗ്രഹമാണ്. ആ ബ്രഹ്മത്തിൻ്റെ ഇവരെയൊന്നുമല്ല. നമ്മൾ കാനപ്പാനയിലും നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ധരിക്കുന്ന എന്താണ്? അത് മുഴുവൻ കൃഷ്ണനെ പറ്റിയാണ്. എല്ലാം നമ്മളിപ്പം നാനപാന കാണുമ്പോൾ അതിൻ്റെ അകത്ത് കൃഷ്ണൻ എന്നുള്ളത് കൃഷ്ണ കൃഷ്ണ എന്ന 2 വാക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ബ്രഹ്മത്തെപ്പറ്റിയും പ്രപഞ്ചത്തെ പറ്റിയാണുള്ളത്. നമുക്ക് അങ്ങനെ ഒരു തെറ്റായ ധാരണയുണ്ട്. ഇത് നോക്കൂ, ഭാഗവതം എന്നതിൽ ഈ ജ്ഞാനപ്പാനയിൽ പറഞ്ഞതിനെക്കാട്ടിയും വിസ്തരിച്ച പ്രപഞ്ച രഹസ്യം മുഴുവൻ
ഒരുമാതിരി അധികവും വേദത്തിലുള്ളത് കഥരൂപത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഭാഗവതം കേൾക്കുമ്പോൾ എന്താണ് കാണുന്നത്? രാധേ രാധേ കൃഷ്ണ കൃഷ്ണ. അവിടെയുള്ള കൃഷ്ണനും യഥാർത്ഥത്തിലും അവിടെയും പറയുന്നത് ബ്രഹ്മത്തെപ്പറ്റി, ജ്ഞാനപ്പാനയിലും ബ്രഹ്മത്തെപ്പറ്റി എല്ലാം പറയുന്നത് പോലെ തന്നെയാണ് ഭാഗവതത്തിലുള്ളത്. അല്ലാതെ കൃഷ്ണന്റെ കഥ മാത്രമല്ല. പക്ഷെ അതെല്ലാം വിട്ടുകൊണ്ട് നമ്മളെ ധാരണ എന്താണ്? ഇതെന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ ഒരു കഥയാണ് ഭാഗവതം. അതൊന്നുമല്ല. അതുപോലെ തന്നെ വേദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതെല്ലാം കുറുക്കി വെച്ചത് ഗീതയിൽ പറയുന്ന സംഗതികളാണെന്നായിട്ടാണ് ചിത്രീകരിച്ചത്. പക്ഷേ നമ്മൾ കണ്ടത് എന്താണ്? വേദങ്ങളില്ലാത്ത സയൻസ് ഇല്ല. അതല്ല എവിടെയാണ് ഗീതയിലുള്ളത്, ഭഗവത്ഗീതയിലുള്ളത്. അപ്പോൾ ഇതിലെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ബ്രഹ്മം തൊട്ടിട്ട് ലോകാവസാനം വരെയുള്ള എല്ലാ ശാസ്ത്രങ്ങളും സയൻസുകളും പ്രപഞ്ച രഹസ്യം മുഴുവൻ നമ്മൾ ഒരു ക്രമത്തിൽ, അതിലധികവും വരുന്നത് ഇനി പുരാണ കഥകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. അതിന് സപ്പോർട്ടായിട്ട് വേദത്തിലെ 1-2 വരികൾ എടുത്ത് അവിടെ പറയുകയും ചെയ്യും. പുരാണ കഥകളിലാണ് വിസ്തരിച്ച് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള വേദപഠന ക്ലാസ് ഈ ഫെബ്രുവരി പകുതിയോടുകൂടി 25-ാം തീയതിക്ക് ശേഷം എപ്പോഴും ഇത് തീരുന്ന മുറക്ക് ആരംഭിക്കും. അങ്ങനെ ഇത് ലോകത്തിൻ്റെ ശ്രദ്ധയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ക്വാണ്ടം മെക്കാനിക്സിൽ എല്ലാം എത്തി പകച്ചു നിൽക്കുന്ന ശാസ്ത്രലോകം, ശാസ്ത്രജ്ഞന്മാരെല്ലാം അവിടെ എത്തിയിട്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ, അത് ബ്രഹ്മത്തിലേക്കുള്ള പ്രപഞ്ചമേതിൽ നിന്നുണ്ടായ ആ തത്വത്തിലേക്ക് പോകാൻ കഴിയാതെ സ്ട്രക്കായിട്ട് നിൽക്കുമ്പോൾ, അവർ പകച്ചു നിൽക്കുകയാണ്. ഇനി എങ്ങനെ മുന്നോട്ടേക്ക് ഒരു പിടിയില്ലാതെ ഇരിക്കുമ്പോൾ അവരുടെ ശ്രദ്ധയിൽ ഇത് വരികയാണെങ്കിൽ നാളെ ഈ വേദരഹസ്യങ്ങളെല്ലാം അവരിലൂടെയാണ് വെളിയിൽ വരാൻ പോകുന്നത്, ലോകം മനസ്സിലാക്കാൻ പോകുന്നത്. ഉദാഹരണമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ വേദത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇന്ന് വിദേശത്തുള്ള ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണുന്നത്. ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, ഈശ്വരൻ ഏകനാണ്, അതിന് രൂപവും ഭാവവും ഒന്നുമില്ല, അത് ജനിക്കുന്നില്ല, ഒരിക്കലും ജനിക്കുന്നുമില്ല, ജനിച്ചിട്ടുമില്ല, ഇത്തരം കാര്യങ്ങൾ. രണ്ടാമത്തത്, ത്രിമൂർത്തികളെ പറ്റിയുള്ളത് തന്നെ വേറെ രൂപത്തിൽ അവിടെ കാണാം. പിന്നെ മൂന്നാമതായിട്ട് പരമാത്മാവിനെ പറ്റിയുള്ള പരാമർശം, ആത്മാവ് എന്നതിനെ പറ്റിയുള്ള പരാമർശം. ഇതെല്ലാം മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ, ഇതെല്ലാം വേദത്തിലുള്ളതാണ്. പിന്നെയുള്ളത് മുകളിൽ 7 ലോകങ്ങളുണ്ട് എന്നുള്ളത്. പക്ഷെ ഇതൊന്നും തന്നെ അവർക്ക് വ്യാഖ്യാനിക്കാൻ പറ്റിയിട്ടില്ല. സയൻസിലൂടെയും ആർക്കും മനസ്സിലാകുന്ന തരത്തിൽ ആർക്കും വ്യാഖ്യാനിക്കാനൊന്നും പറ്റിയിട്ടില്ല. അത് വേദത്തിലൂടെയാണ് വെളിയിൽ വരാൻ പോകുന്നത്. പിന്നെയുള്ളത് സ്വർഗ നരകങ്ങൾ. എന്താണ് ഈ സ്വർഗം, എന്താണ് നരകം എന്നെല്ലാം വേദങ്ങളിൽ വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരും സ്വർഗവും നരകമെല്ലാം പറയുന്നുണ്ട്. പക്ഷേ എന്താണ് എന്നുള്ള, എവിടെയാണ്, എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതൊന്നും അവിടെ കാണാൻ പറ്റില്ല. പക്ഷെ ഇതെല്ലാം അവിടെ പരാമർശമുണ്ട്. ഇതെല്ലാം വേദത്തിലാണ് പരാമർശിച്ചിരിക്കുന്നത്. പിന്നെയോ പ്രളയകാല വിശേഷങ്ങൾ, പ്രളയം നടക്കുമ്പോൾ ഭൂമിയിൽ ഇന്നെല്ലാം സംഭവിക്കുന്നു പറഞ്ഞിരിക്കുന്നത് അവിടെയും കാണാം. പ്രളയത്തിൽ പെട്ടകത്തിൽ രക്ഷപ്പെടുന്ന കാര്യം, അല്ലെങ്കിൽ ബോട്ടിൽ മത്സ്യത്തിൻ്റെ മേലെ, അതെല്ലാം മത്സ്യത്തിൻ്റെ മേലെ ഒരു ഇതെല്ലാം കെട്ടിയിട്ട് രക്ഷപ്പെടാൻ പത്മപുരാണത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതെല്ലാം നമുക്കിതൊന്നും അറിയില്ല. വേദത്തിൽ ഇതൊന്നും ഉണ്ട് എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇതെല്ലാം ആദ്യം വേദത്തിലാണ് ഉണ്ടായിരുന്നത്. അതെല്ലാം ഇന്ന് നമ്മൾ കേൾക്കുന്നത് വിദേശ ഗ്രന്ഥങ്ങളിലൂടെയാണ്. പിന്നെ വേറെ ചില കാര്യങ്ങളെല്ലാം പലതും ഉണ്ട്, അതിലേക്കൊന്നും കണക്കുന്നില്ല.
പ്രധാനപ്പെട്ട ഇങ്ങനെ പ്രപഞ്ചരഹസ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ വേദങ്ങളിലുള്ളത് പുറത്തെ ഗ്രന്ഥങ്ങളിൽ പിൽക്കാലത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന വിശേഷങ്ങളൊന്നും തന്നെ ഏഴ് ലോകം എങ്ങനെയാണുള്ളത്, എന്താണ് ത്രിമൂർത്തികൾ, ഇതൊന്നും സയൻസിലൂടെ ശാസ്ത്രീയമായിട്ട് വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ അത് അവർക്ക് വ്യാഖ്യാനിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇപ്പം പ്രപഞ്ചഘടനയെല്ലാം തന്നെ ഈശ്വരൻ എന്താണെന്നെല്ലാം തന്നെ സയൻസിലൂടെ വേദം പറഞ്ഞു തരും. ഈ പറയുന്നതെല്ലാം സയൻസിലൂടെ വേദം പറഞ്ഞു തരും. പക്ഷേ മറ്റുള്ള ഗ്രന്ഥങ്ങളിലൊന്നും അവർക്കത് കാണാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം ആദ്യം വന്നിരിക്കുന്നതും വേദത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഇത് വെളിയിലേക്ക് വരുമ്പോൾ ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നത് വിദേശികളാണ്. കാരണം അവർക്കാണ് ജിജ്ഞാസ കൂടുതൽ. എന്താണ് പ്രപഞ്ചരഹസ്യമെല്ലാം മനസ്സിലാവും. അതുകൊണ്ടാണ് അവർ ശാസ്ത്രത്തിൻ്റെ സഹായത്താൽ നോക്കുന്നു. വേറെ എവിടെ നിന്ന് അവർക്ക് അവിടെ വഴിമുട്ടി നിൽക്കുമ്പോൾ, ക്വാണ്ടം മെക്കാനിക്സിൽ വഴിമുട്ടി നിൽക്കുമ്പോൾ വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ഗ്രന്ഥങ്ങളിലെല്ലാം അവർ പരിശോധിച്ചിട്ട് അവരത് കണ്ടെത്തിയാൽ അവരിലൂടെ അത് വരിക തന്നെ ചെയ്യും. അതിലൊരു സംശയവും വേണ്ട. അതിനുള്ള തുടക്കമാണ് ഇപ്പോൾ ഈ വരാൻ പോകുന്ന വേദപഠനം, ബ്രഹ്മം തൊട്ടുള്ള വേദപഠനം ക്ലാസ്സിലൂടെ ലോകം കേൾക്കുവാൻ പോകുന്നത്. അതിനുള്ളൊരു തുടക്കമാണ് അത്. ഈ 25-ാം തീയതിക്ക് ശേഷം ജ്ഞാനപ്പാന കഴിഞ്ഞ ഉടനെ ആരംഭിക്കുന്നതാണ്.